നമസ്കാരം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എനിക്ക് ജോലി ഇത് മതിയെന്ന് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു ഇത് ഒട്ടും ഈസി അല്ല. എന്തായാലും കേരളത്തില് ആദ്യത്തെ പെൺകുട്ടി സൗണ്ട് റെക്കോർഡ് സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സീരിയലൊക്കെ ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ഞാൻ ഓരോ സ്റ്റുഡിയോയിലും കയറി ഇറങ്ങി ചോദിച്ചു എനിക്കൊരു അവസരം തരൂ, ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ പെൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് പൊതുവേ പെൺകുട്ടികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. വീട്ടിലെ പ്രശ്നങ്ങൾ വരാം, നമുക്ക് ഫിസിക്കലി പ്രശ്നങ്ങൾ വരാം. അപ്പം അതുകൊണ്ട് ആരും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അഭിനയിച്ച പോലെ ഡബ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പലവരും മൂഡ് ഔട്ട് ആവും. 3-4 ടേക്സ് പോയി കഴിയുമ്പോൾ ചിലവർ എനിക്ക് പറ്റില്ല, നിർത്തിയിട്ട് പോവാം എന്ന് പറയും. ഇത് ക്ഷമയോടെ കേട്ടിരുന്ന് അവരെ മനസ്സിലാക്കി അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ ഒന്ന് ഊഹിച്ച് അവർക്കൊന്ന് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുത്താൽ ഈസിയാണ്. ആക്ച്വലി കമൽ സാർ എന്ന് പറയുന്നത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് സിനിമ ചെയ്ത് ഹിറ്റായി അത്രയും ലെജൻഡായിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് നിന്ന് സാർ ഇങ്ങോട്ട് വിളിച്ച് ലൈക്ക് ഗായത്രി ഒരു ഇൻ്റർവ്യൂ എനിക്ക് എൻ്റെ കൂടെ ചെയ്യണം എന്നും പറഞ്ഞിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. അതെന്നെ സംബന്ധിച്ച് എനിക്ക് ഓസ്കാർ കിട്ടുന്നതിന് തുല്യമായിരുന്നു ആക്ച്വലി. പെൺകുട്ടികൾ അധികം കടന്നു വരാത്ത മേഖലയിൽ നിന്നുള്ള ഒരാളാണ് ഇന്നത്തെ ഗസ്റ്റ്, സൗണ്ട് റെക്കോർഡിസ്റ്റ് ഗായത്രി KS. കൂടുതൽ കാര്യങ്ങൾ ഗായത്രി തന്നെ പറഞ്ഞോട്ടെ അല്ലേ? ഹായ് ഗായത്രി. ഹായ്, വെൽക്കം. താങ്ക് യു. എന്തായാലും കേരളത്തിൽ ആദ്യത്തെ പെൺകുട്ടി സൗണ്ട് റെക്കോർഡിസ്റ്റ് സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സീരിയലൊക്കെ ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ആണോ? അല്ല, പക്ഷെ എനിക്ക് അറിയാവുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അത് സിനിമ ആയതുകൊണ്ടായിരിക്കും. സിനിമ എന്ന് പറയുമ്പോൾ ഒരു അത്ര ഈസി അല്ലല്ലോ, ഒരു ഇത് ഫുൾ എടുത്തോണ്ട് ഒട്ടും ഈസി അല്ല. കാരണം സിനിമ എന്ന് പറയുന്നത് ഒട്ടും ടൈം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല. അതാണ്. ആർട്ടിസ്റ്റ് എപ്പോൾ വേണേലും വരാം, എപ്പോൾ വേണേലും പോവാം. അപ്പം നമ്മൾ ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് അധികം പെൺകുട്ടികൾ വരാത്തെന്ന് തോന്നുന്നു. അപ്പം എന്നാ ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചു തുടങ്ങട്ടെ, എന്തേ കുട്ടി നിനക്ക് ഇങ്ങനെ തോന്നുന്നു? ആക്ച്വലി 10ാം ക്ലാസ് തൊട്ട് ഞാൻ ഡബ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഡബ് ചെയ്ത് അന്നൊക്കെ എൻ്റെ വോയിസ് കുഞ്ഞു കുട്ടികളിൽ നിന്ന് മാറുന്ന ഒരു ടീനേജ് പ്രായമൊക്കെ ആയപ്പോഴേക്കും നിന്നെ കൊണ്ട് പറ്റൂല, പൊക്കോ എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു സൗണ്ട് എഞ്ചിനീയറിന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും വോയിസ് യുണീക്കാണ്. മോഡുലേഷൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ചിലപ്പം ആരെയും കൊണ്ടും ഡബ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് അതായിക്കൂടാന്നൊരു തോന്നൽ എനിക്ക് അപ്പം ഉണ്ടായി. അങ്ങനെയാണ് ആക്ച്വലി ഞാൻ BA മൾട്ടിമീഡിയ എടുത്തു. അപ്പോൾ അതിലൊരു സബ് കോഴ്സായിരുന്നു ഓഡിയോഗ്രഫി. അത് കഴിഞ്ഞ് MA സിനിമ എടുത്തു. അങ്ങനെ സിനിമ ഞാൻ ഓരോ സ്റ്റുഡിയോയിലും കയറി ഇറങ്ങി ചോദിച്ചു എനിക്കൊരു അവസരം തരൂ, ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ശരിക്കൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അല്ലേ? കാരണം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ ഈസി അല്ലല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ പെൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് പൊതുവേ പെൺകുട്ടികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. വീട്ടിലെ പ്രശ്നങ്ങൾ വരാം, നമുക്ക് ഫിസിക്കലി പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് ആരും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ എന്തോ ഈ ഒരു സ്റ്റുഡിയോയിൽ തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പം പിന്നെ എന്താ പറയുക, ഇവിടെ എത്തിയതിന് ശേഷമാണോ ഒന്ന് കാര്യമായിട്ടൊന്ന് വർക്ക് ചെയ്യാനുള്ള സ്പേസ്? അല്ല, ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഒരു സ്റ്റുഡിയോയിൽ പഠിക്കാമെന്ന് പറഞ്ഞ് ചെന്നു. പക്ഷെ അവിടെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് പിടിച്ചിരുത്തിയേനെ. അപ്പം പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സ്റ്റുഡിയോൻ്റെ അകത്തേക്ക് പോകുന്ന ലക്ഷണം കാണുന്നില്ല, ചാടാതെ വേറെ രക്ഷയില്ലാന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇപ്പം വെണ്ണലയിൽ തന്നെയാണ് സ്റ്റുഡിയോ. ലിസ്റ്റിൻ സ്റ്റീവൻ സാറിൻ്റെ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട്, സീനിയർ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 8 വർഷമായി ഇപ്പോൾ. ഓക്കെ. അപ്പം ഈ വന്ന ഉടനെയൊക്കെ നമുക്ക് ഇത്രയും എന്താ പറയുക മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതിലേക്കൊന്നും ആദ്യം നമ്മൾ വരില്ല. അപ്പോൾ പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ സീരിയസ്നെസ് അല്ലെങ്കിൽ നമ്മൾ അന്ന് കണ്ട ആ ഒരു വാശിയോ അല്ല അതുപോലെ അല്ല, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ തോന്നിയോ വന്നപ്പോൾ? ഞാൻ വിചാരിച്ചു വന്നൊരു സംഭവം അല്ല. ഇല്ല, നമുക്ക് എനിക്ക് ജോലി ഇത് മതിയെന്ന് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു ഇത് ഒട്ടും ഈസി അല്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ടൈം ഒരു പ്രശ്നമാണ്. അപ്പോൾ വീട്ടുകാർ എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ടച്ച് വുഡ് ഇന്ന് വരെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് ഈ സമയമാണ് നീ പോവണ്ട എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അത് വലിയൊരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഞാൻ രാത്രി വർക്ക് ചെയ്യുകയാണെങ്കിലും ഏതെങ്കിലും ഒരാൾ എൻ്റെ സ്റ്റുഡിയോയിൽ ഉണ്ടാവും. പ്രൊഡക്ഷൻ ടീമിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ മാനേജർ ടീമിൽ നിന്നാണെങ്കിലും ആരെങ്കിലും ഒരാൾ എൻ്റെ സേഫ്റ്റിക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു നല്ല സ്ഥലത്ത് വന്ന് പെട്ടതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമായിട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പം മെയിൻ ആയിട്ട് ഫസ്റ്റ് ചെയ്ത് തുടങ്ങിയത് ഏത് മൂവിയിലാണ്? ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് തുടങ്ങിയത് കാമുകിയായിരുന്നു, ബിനിച്ചേട്ടൻ്റെ മൂവി. ഓക്കെ, അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 70-ൽ കൂടുതൽ സിനിമകൾ ഇപ്പോൾ ചെയ്തു.
അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ജോബിനെ കുറിച്ച് എന്താണ് ഗായത്രി കൂടുതൽ മനസ്സിൽ ഇനി ഈവൻ പുതിയ കുട്ടികൾക്ക് വരാൻ താല്പര്യമാവുമെങ്കിൽ അവരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ എന്താണ് ഗായത്രി അത് ആ ജോലിയിൽ കയറിയിട്ട് പഠിച്ചത്? ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. കാരണം വരുന്ന പല ആൾക്കാരും പല ആറ്റിറ്റ്യൂഡിലായിരിക്കും വരുന്നത്, പല സിറ്റുവേഷൻസിനായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്ക് വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ അവരെ അഭിനയിച്ച പോലെ ഡബ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പലവരും മൂഡ് ഔട്ട് ആവും. 3-4 ടേക്സ് പോയി കഴിയുമ്പോൾ ചിലവർ എനിക്ക് പറ്റില്ല നിർത്തിയിട്ട് പോവാം എന്ന് പറയും. ഇത് ക്ഷമയോടെ കേട്ടിരുന്ന് അവരെ മനസ്സിലാക്കി അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ ഒന്ന് ഊഹിച്ച് അവർക്കൊന്ന് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുത്താൽ ഈസിയാണ് ആക്ച്വലി. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു ക്ഷമയോടെ നമ്മൾ ചെയ്യാൻ നിന്നാൽ ഓക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്ടർ എന്താണ് ആ സീനിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആക്ടർ എന്താണ് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മോഡുലേഷൻ ചേഞ്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരത് അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറായി കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് ഭയങ്കര ഈസിയാണ് ആക്ച്വലി. ഭയങ്കര രസമാണ്, ഭയങ്കര എൻജോയ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഒമർ ലുലു സാറിൻ്റെ പടമാണ് ബാഡ് ബോയ്സ്. അപ്പോൾ അത് ഭയങ്കര, അതിലെല്ലാം ഇപ്പം സെന്തിലേട്ടൻ, ബിബിൻ ചേട്ടനായിരുന്നു ഇപ്പം രാവിലെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമ്മളെല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യുമ്പം ഭയങ്കര രസമാണ്. അപ്പം ആ ഒരു ക്ഷമ, നമുക്ക് ഇരുന്ന് കേൾക്കാനുള്ളൊരു ക്ഷമ ഉണ്ടെങ്കിൽ ഈ ഫീൽഡിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സൗണ്ട് റെക്കോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ മോഡുലേഷൻസും അല്ലെങ്കിൽ പിന്നെ അവിടെ കുറച്ച് സ്ക്രാച്ച് ഉണ്ട് അല്ലെങ്കിൽ ബ്ലോ വന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറം ശരിക്ക് ഒരു സിനിമയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണല്ലേ? കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഡയറക്ടർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണം, പിന്നെ ആ പറയുന്ന ക്യാരക്ടർ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ. കാരണം ആളുകൾ ചിലർ, എനിക്കറിയില്ല, ചിലർ ഇതേപോലെ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏട്ടനൊക്കെ ആണെങ്കിലും ഡബ് ചെയ്യുമ്പോൾ ചില ആൾ അവനാണ് പറഞ്ഞിട്ടൊരു ഭയങ്കര കംഫർട്ടിലൊക്കെ പോകും. കാരണം ശരൺചേട്ടനോട് ചോദിച്ചാൽ മതി, എന്നെ നന്നായിട്ട് അറിയാം, എനിക്കറിയാം. അപ്പോൾ ആ ഒരു ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിരിക്കുമ്പോൾ ഒരു പക്ഷേ അത് ആക്ടറിനെയും കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും തോന്നുന്നുണ്ടല്ലേ? കാരണം എനിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എന്തുകൊണ്ട് സൗണ്ട് എഞ്ചിനീയർ ആയിക്കൂടാന്ന് എനിക്ക് ചിന്ത വന്നത് നേരത്തെ പറഞ്ഞു. അതെ, അപ്പം ഈ പറഞ്ഞ പോലെ ഒരു എഞ്ചിനീയറിന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ആർട്ടിസ്റ്റിനെ കൊല്ലാനും കഴിയും. എടോ തന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇറങ്ങി പോടോ എന്ന് പറഞ്ഞാൽ തീരും. അത് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നമ്മൾ അങ്ങനെ ഒരു അപമാനം ഇതാവുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. തീർച്ചയായിട്ടും ഭയങ്കര പ്രശ്നമാണ് അത്. പിന്നെ മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പോലും തോന്നത്തില്ല. അപ്പം എനിക്കൊന്ന് സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരു ഫിലിമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ്. ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പോലും ഇപ്പോൾ ചിലയിടത്ത് ഡയലോഗ്സ് കേൾക്കുന്നില്ല എന്ന് പറയും, അല്ലെങ്കിൽ ക്ലിയർ ആവുന്നില്ല എന്ന് പറയും. ചില സൗണ്ട് എഞ്ചിനീയേഴ്സിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പറ്റുന്നതായിരിക്കാം അത്. ചിലപ്പോൾ മിക്സിങ്ങിൻ്റെ ആവാം, ചിലപ്പോൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ അവർ വെച്ചേക്കുന്ന ആ ഒരു വോളിയത്തിൻ്റെ പ്രശ്നമാവാം. അങ്ങനെ പലതുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്തു വിട്ടാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുകൊണ്ട് അത് പറ്റി എന്നൊരു റിഗ്രറ്റ് പിന്നീട് ഉണ്ടാവില്ല. റിഗ്രറ്റാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കും ഞാൻ മാക്സിമം നന്നായിട്ട് ചെയ്യാനേ നോക്കാറുള്ളൂ. ഇപ്പം ഒരു പടം ചെയ്യാനിരിക്കുമ്പോൾ എങ്ങനെയാണ് മൊത്തം അതിൻ്റെ ആ ഒരു മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടാണോ ഡബ്ബിങ്ങിലേക്ക് കയറുക? നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് ചിലപ്പോൾ ഒന്നും കിട്ടില്ല. ആദ്യം വരുന്ന ആർട്ടിസ്റ്റ് എന്താണ്, ഈ സിനിമ എന്താണ്, എന്ത് ജോണറാണ്, ഇതിലെങ്ങനെയൊക്കെ നമുക്ക് ആഡ് ഓൺ കൊടുക്കാൻ പറ്റും എന്നൊന്നും നമുക്ക്, പിന്നെ സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഈ ആൾക്കാരുടെ വൈബിലേക്ക് നമ്മൾ കയറും. പിന്നെ അങ്ങോട്ട് നമുക്ക് ഇപ്പോൾ ഈ ബാഡ് ബോയ്സ് ഇപ്പോൾ ഉള്ള സിനിമയിൽ തന്നെ കുറേ കോൺട്രിബ്യൂഷൻസ് എല്ലാവരും നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ കോൺട്രിബ്യൂഷൻസ് ഇങ്ങനെ കൊടുത്ത് അത്യാവശ്യം ഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഈസിയാണ് ഇത് ആക്ച്വലി. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര എന്താ പറയുക, കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും അവരുടെ നിന്നും പഠിക്കാൻ പറ്റും. മോഡുലേഷൻസ് ആണെങ്കിലും ചിലവർ സംസാരിക്കുമ്പോൾ ഒരു മോഡുലേഷനും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അതൊരു രീതിയിൽ നല്ലതാണ്. അതേസമയം ആ ഒരാളുടെ ഒരു വാക്ക് മാറിക്കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസിൻ്റെ ഭംഗിയെ മാറും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും 70 മൂവീസ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊരു അപ്രീസിയേഷൻ, ഗായത്രിയുടെ വർക്കിനെ എടുത്തു പറയുന്ന ടീമിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും മെമ്മറബിൾ സംഭവം ഉണ്ടോ? ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കമൽ സാറിൻ്റെ മൂവിയാണ് ചെയ്തത്, വിവേകാനന്ദൻ വൈറലാണ്. കമൽ സാർ എന്ന് പറയുന്നത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് സിനിമ ചെയ്ത് ഹിറ്റായി അത്രയും ലെജൻഡായിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് നിന്ന് സാർ ഇങ്ങോട്ട് വിളിച്ച് ഗായത്രി ഒരു ഇൻ്റർവ്യൂ എനിക്ക് നിൻ്റെ കൂടെ ചെയ്യണം എന്നും പറഞ്ഞിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു.
അതെന്നെ സംബന്ധിച്ച് എനിക്ക് ഓസ്കാർ കിട്ടുന്നതിന് തുല്യമായിരുന്നു ആക്ച്വലി. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. ഷൈൻ ചേട്ടൻ ഡബ് ചെയ്തോണ്ടിരിക്കുക, അപ്പൊ ഷൈൻ ചേട്ടനും ജോയിൻ ചെയ്തു ആ ഇന്റർവ്യൂവിൽ. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു മൊമെന്റ്. എനിക്ക് ഇനി അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. പക്ഷെ ആ ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഭയങ്കര ഇതാണ്. പിന്നെ വഴി കൂടെ പോകുമ്പോൾ ഏതെങ്കിലും ആർട്ടിസ്റ്റിനെയൊക്കെ കാണുമ്പോൾ അവരുടെ ഭാര്യമാരെയൊക്കെ പരിചയപ്പെടുത്തും. ഇത് ഗായത്രി സൗണ്ട് എഞ്ചിനീയർ ആണ്, നമ്മളെ ആ സ്റ്റുഡിയോയിൽ ഇരുന്ന് മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. പക്ഷെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് നമ്മളെ ഇതാണ് ആള്, ഞാനൊന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓക്കെ, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, എവിടെയും ഒരു തെറ്റില്ലാതെ എനിക്ക് മര്യാദയ്ക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ട്. അത് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആണ് ആ സമയങ്ങളിൽ. ഇപ്പോൾ ചെയ്ത് തീരുന്ന മൂവീസ് ഇപ്പോൾ നമ്മൾ അവിടെ ഇട്ട് കാണുമായിരിക്കും, അതല്ലാതെ അത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് നമ്മളത് ഫീൽ ചെയ്യുന്ന വേറൊരു സംഭവമാണ്. അങ്ങനെ കാണാൻ പോകാറുണ്ടോ? അങ്ങനെ പറ്റാറുണ്ടോ? സമയം കിട്ടാറുണ്ടോ? പോവാറുണ്ട്. ഞാൻ മിക്ക മൂവിയും ഞാൻ ചെയ്ത മൂവീസ് ഫസ്റ്റ് ഷോ പോയി കാണും. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഒരു 10-15 പ്രാവശ്യം നമ്മൾ എല്ലാ ക്യാരക്ടറും മുക്കലും മൂളലും വരെ നമുക്ക് കാണാപ്പാടായിരിക്കും. ഇത് ഫസ്റ്റ് എഡിക്റ്റിൽ നമ്മൾ ചെയ്യും, പിന്നെ സെക്കൻഡ് എഡിക്റ്റ് ഉണ്ടാവും, പിന്നെ ഫൈനൽ എഡിക്റ്റ് വരും. ഇതൊക്കെ ഈ സിങ്ക് ചെയ്ത് എല്ലാവരെയും കാണാപ്പാടാവും. നമുക്ക് ഒരാളുടെ മൂളൽ മിസ് ചെയ്യും, അവിടെ ഒരു മൂളലുണ്ടായിരുന്നല്ലോ, അത് എവിടെ പോയി, മിക്സിങ്ങിൽ പോയതാണ്. നമുക്ക് ഭയങ്കര ടെൻഷൻ. അതിലായി പോവും. നമുക്ക് മ്യൂസിക് അവിടെ പ്രശ്നമാണ്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മുടെ ഡബിങ് അവിടെ ഒരു മൂളലിട്ടിരുന്നു, അവിടെ ഒരു കൗണ്ടർ ഞാൻ ഇട്ടിരുന്നുള്ളൂ, അത് എവിടെ പോയി, ഇതൊക്കെയാണ് ചിന്ത. അപ്പം കൂടുതലും എനിക്ക് ആസ്വദിക്കാൻ പറ്റാറില്ല സിനിമകൾ, ഞാൻ ചെയ്ത സിനിമകൾ. ഞാൻ അതുകൊണ്ട് ഇപ്പം നിർത്തിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കാര്യം കാണാപ്പാടം പഠിച്ചിട്ട് എല്ലാ ക്യാരക്ടറിൻ്റെയും ഓരോ ഡയലോഗ് അടക്കം എനിക്ക് കാണാപ്പാടാവും. അയ്യോ, ആസ്വദിക്കാനേ പറ്റില്ല നമുക്ക് സിനിമ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒഴിവ് പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് പോവാതിരിക്കും. പൊതുവേ ഇങ്ങനെ അതല്ലെങ്കിൽ പിന്നെ മറ്റു സിനിമകളിൽ ചെയ്യുമ്പോൾ കാണുമ്പോഴും ഇപ്പം അങ്ങനെ ഒരു സംഭവമായി മാറിയിട്ടുണ്ട്, ഇത് കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. മോഡുലേഷൻസ് ഈ പറഞ്ഞ പോലെ ഓരോ ഡയലോഗ് അയ്യോ അത് ഇങ്ങനെ പറയായിരുന്നു എന്ന് തോന്നും നമുക്ക്. പിന്നെ അത് പറയണ തെറ്റാണല്ലോ, അത് അവരുടെ ഒരു സ്പേസ് ആണ്. എന്നാൽ പോലും ഞാൻ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആ ഡയലോഗ് ഇങ്ങനെ പറയാറ്, ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ കെട്ടിയോനൊക്കെ പറഞ്ഞേപ്പിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കി ആ ഡയലോഗ് എങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഹസ്ബൻഡും ആക്ടിങ്, ഞാനിപ്പോൾ അതിലേക്ക് ഇങ്ങനെ വരികയായിരുന്നു. ഹസ്ബൻഡും ആക്ടിങ് ചെയ്യുന്ന ആളാണ്, മനു പിള്ള എന്നാണ് പേര്. അപ്പം മനു അഭിനയിക്കാനായിട്ട് പോകുമ്പോൾ ഓരോ സീൻ അപ്പം ഞാൻ വിളിച്ചു ചോദിക്കും, താൻ എങ്ങനെയാ സീൻ പറയാൻ പോകുന്നത്, ആ സീൻ എന്നെ പറഞ്ഞേൽപ്പിക്കാതെയോ, മോഡുലേഷൻസ് മാറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഡബിൽ പിടിക്കാൻ പറ്റൂല, മിക്ക ആർട്ടിസ്റ്റുകളും പറയുന്നേക്കുന്ന ഡബിൽ പിടിക്കാതെ. ഡബിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഈ അഭിനയിക്കുമ്പോൾ വളവളവളവളന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് ഡബിൽ വന്നിട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ മുക്കറ ഇടപെടുന്നു. ഞാൻ പല ആർട്ടിസ്റ്റുകളെ ഞാനിത് ഡീൽ ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ മനുവിൻ്റെ അടുത്ത് പോകുമ്പോൾ പറയും, എൻ്റെ അടുത്ത് പറഞ്ഞു കേൾപ്പിക്കും, എന്നിട്ട് പോയാൽ മതി എന്ന് പറയും ഞാൻ. അതുകൊണ്ട് എനിക്ക് അറിയാം എങ്ങനെയാണ് എന്നുള്ളത്. ഇനി മനുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി മുന്നോട്ട് പോകുന്ന പരിപാടിയുള്ളൂ. എങ്ങനെയാണ് മനുവും ഗായത്രിയുമായിട്ടുള്ള നിങ്ങളുടെ ഒരു ക്രിഞ്ചിഫിക്കേഷൻ മൊമെന്റ്? അതെ ശരിക്കും. അല്ല, ഞങ്ങൾ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത്. ഇതുപോലെ എൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ഞാനപ്പോൾ ഒരു സീരിയൽ, ഒരു ഉപ്പുമുളകും പോലത്തെ ഒരു സീരിയൽ ഉപ്പുമുളകും തന്നെ അതിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് മനു എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അപ്പം എൻ്റെ മനസ്സിൽ മനു തീവണ്ടിയൊക്കെ ചെയ്തിരിക്കുന്ന സമയം ഒരു സെക്കൻഡ് ഹീറോ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായി മനുവിന് ഇങ്ങനെ വീട്ടിൽ കല്യാണം ആലോചിച്ച് തുടങ്ങിയപ്പോൾ മനു എന്നോട് ചോദിച്ചു, എടോ ഞാൻ തൻ്റെ കാര്യം വീട്ടിൽ പറയട്ടെ, എനിക്ക് ഓക്കെയാണ്, തനിക്ക് ഓക്കെ ആണെങ്കിൽ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടുകാർക്ക് ഓക്കെ ആണെങ്കിൽ താൻ നോക്കിക്കോളാൻ പറഞ്ഞു. അന്വേഷിച്ച് വന്നപ്പോൾ എൻ്റെ വല്യമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് മനുവിൻ്റെ അമ്മ. എൻ്റെ വല്യമ്മാവനാണ് മനുവിൻ്റെ ചിറ്റയെ പഠിപ്പിച്ചിരിക്കുന്നത്, മനുവിൻ്റെ ചിറ്റയാണ് എൻ്റെ പാട്ട് ടീച്ചർ. എല്ലാം കൊണ്ടും ഞങ്ങൾ ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അപ്പോൾ അവർക്ക് വേറെ ഒന്നും നോക്കാനില്ല, അവർ വേഗം പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. അതിനുശേഷം ഇപ്പം നിങ്ങൾ രണ്ട് ഫ്രണ്ട്സ് ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം മനുവിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിക്കാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യണം. തിരിച്ച് മനു എന്ത് രീതിയിലാണ്, മനുവിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ്? വീട്ടിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഒരു കാര്യവും നോക്കാൻ പറ്റാറില്ല. ഞാൻ രാവിലെ ചിലപ്പോൾ ഇന്നിപ്പോൾ 6 മണിക്ക് ഞാൻ വന്നു, 10 മണി വരെ ഡബ് ചെയ്തു, ഇവിടെ വന്നു, ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ തിരിച്ച് സ്റ്റുഡിയോയിൽ പോകും. ഒരു 8 മണി 9 മണി വരെ ഞാൻ സ്റ്റുഡിയോയിലാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിൽ പോകുള്ളൂ. പാവം അതാ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കും. ഗ്രീൻ ഫ്ലാഗ് ആണ് ശരിക്കും. ഭയങ്കര ഞാൻ ടച്ച് വുഡ്, ഞാൻ ഭയങ്കര എന്താ പറയുക, ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് മനുവിനെ കിട്ടിയതിൽ. എനിക്കൊന്നും അറിയണ്ട, എല്ലാം നോക്കിക്കോളും. വീട്ടിൽ മനുവിൻ്റെ അമ്മൂമ്മയുണ്ട്, അമ്മൂമ്മയുടെ കാര്യങ്ങളും നോക്കിക്കോളും. ഭയങ്കര സ്വീറ്റാണ് ആള്, ഭയങ്കര സ്വീറ്റാണ്. അപ്പം പുള്ളിക്ക് വർക്കുള്ളപ്പോൾ പുള്ളിയുടെ കാര്യം നോക്കി പോവും. അപ്പോൾ എൻ്റെ അടുത്ത് പറയടോ ഞാൻ ഇങ്ങനെ വർക്കിലാണ്, എനിക്ക് നേരത്തെ വരാൻ പറ്റുമെങ്കിൽ വാ, ഇല്ലെങ്കിൽ വേണ്ട,
ലേറ്റ് ആവുകയാണെങ്കിൽ മനു ആലുവയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, ആലുവയിൽ നിന്ന് വണ്ടി എടുത്ത് ഇവിടെ വരും എന്നെ പിക്ക് ചെയ്യാൻ. അത് പുള്ളി വർക്ക് കഴിഞ്ഞിട്ട് വന്നായിരിക്കും, എന്നാൽ പോലും പുള്ളിക്ക് അതൊരു പ്രശ്നമല്ല, ഇതുവരെ ഒരു പ്രശ്നമില്ലാതെ ടച്ച് വിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പോട്ടെ. ഈ പറഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ ആക്ടിങ്ങിന്റെ കാര്യം ഇപ്പോൾ ജസ്റ്റ് ഉപ്പുമുളകിന്റെ പറഞ്ഞു പോയല്ലോ. ഇപ്പൊ എങ്ങനെയാ, സമയം കിട്ടുന്നുണ്ടോ, ആക്ട് ചെയ്യുന്നുണ്ടോ? ആക്ടർ റാഹേൽ മകൻ കോര എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ ആൻസന്റെ അതെ ആൻസൺ പോളിന്റെ സെക്കൻഡ് ഹീറോയിൻ ആയിട്ട് ഒരു ചെറിയ റോള്. ഓക്കെ. പിന്നെ ഇപ്പൊ ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞിട്ട് വരാൻ പോകുന്ന വിഷ്ണു വിനയ് ഡയറക്ട് ചെയ്ത മൂവി, അതിലും ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ റോള്. അപ്പൊ അതിനെ സമയം കിട്ടുള്ളൂ തോന്നുന്നില്ലേ ചെറിയ റോൾസ്? അതെ അതെ, അത്രേ ഉള്ളൂ. കാരണം സ്റ്റുഡിയോ ഒന്ന് വിട്ട് നിൽക്കല് ഭയങ്കര പാടാണ്. കാരണം ഒരു സിനിമ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് തീരുന്ന വരെ നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ആയേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു നഷ്ടബോധം ഉണ്ടോ? ഇല്ല, നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് വരും. അല്ല, ഇപ്പൊ വന്നാലും ഇപ്പൊ നല്ലൊരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ഉണ്ട് ഗായത്രി എന്ന് പറഞ്ഞ് വിളിച്ചാൽ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും സമയം എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് ചിലപ്പോൾ നോ പറയേണ്ടി വരില്ല. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ ആവണല്ലേ? പക്ഷെ അത് റിഗ്രറ്റ് ആയിട്ട് ഇവിടുന്ന് തകർത്തേ വീട്. അല്ല, പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറയുന്നതോ താൻ വിഷമിക്കണ്ട, തനിക്കുള്ളതാണെങ്കിൽ ഇനിയും വരും. അത് ഇപ്പൊ അഭിനയത്തിന് പ്രത്യേകിച്ച് ഇന്ന വയസ്സിൽ അഭിനയിക്കാൻ പാടുള്ളൂ എന്നില്ല. തനിക്ക് എന്താണോ ശരി താൻ അത് ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഈസിലി ചെയ്യാൻ പറ്റാത്തൊരു ജോലിയാണ് നമ്മള്. അതും നമുക്ക് പ്രൗഡ് ആവാം. അതെ, ഞാൻ ഇടയ്ക്ക് മനുവിനോട് ചോദിക്കും, ഞാൻ ആക്ടർ ഗായത്രി എന്നറിയപ്പെടുന്നു, സൗണ്ട് എഞ്ചിനീയർ ഗായത്രി. സൗണ്ട് എഞ്ചിനീയർ മതി, തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ താൻ ചെയ്ത് താൻ ടോപ്പിലെത്താൻ നോക്ക്. ആക്ടിങ് പറ്റില്ല എന്നല്ല, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അതിൽ തനിക്ക് ആക്ടിങ്ങിന് പകരം വെക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സൗണ്ട് എഞ്ചിനീയറിംഗിൽ തനിക്ക് പകരം വെക്കാൻ ആരുമില്ല. അപ്പോൾ അതിൽ താൻ സ്റ്റിക്ക് ഓൺ ചെയ്യും എന്ന് പറഞ്ഞാൽ മനു ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്ടിങ്ങിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ. സൗണ്ട് എഞ്ചിനീയറിംഗ് തന്നെ ചെറിയ പ്രായത്തില് ഇതിനോടൊരു ഇഷ്ടം വരാൻ കാരണം അന്നിപ്പോ നമുക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് അല്ലല്ലോ, നമ്മള് അന്ന് നമ്മളിങ്ങനെ മറ്റേ ഈ എന്താ പറയാ അഡ്വർടൈസ്മെന്റ് ചെയ്യുമായിരുന്നു പണ്ട്. വടക്കം പാട്ടിലൊക്കെ പറയണ മാതിരി ഒരു ഭാഷയുടെ പുറത്തൊക്കെ പോയി പഠിച്ചതല്ലേ. അതെ അതെ. അപ്പൊ ഈ ചെറുപ്പത്തിൽ ഈ ആക്ടിങ് എന്നുള്ള ഒരു ഇൻട്രസ്റ്റിലേക്ക് വരാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? റീസൺ ആക്ച്വലി എൻ്റെ അച്ഛൻ്റെ വലിയമ്മവനാണ് ശങ്കരാടി. അത് അങ്ങനെ ഒരു ലൈൻ കിടക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഞാൻ അതിലേക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എപ്പോഴൊക്കെയോ അച്ഛനും അമ്മയ്ക്കും തോന്നിയിട്ടുണ്ട്, ഞാൻ ഈ കിടന്ന് കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ടിട്ട് അച്ഛനും അമ്മയ്ക്കും തോന്നിയിട്ടുണ്ട് ഇവളെ ആക്ടിങ്ങിന് വിടാം, അതിനൊരു ഭാവി ഉണ്ടാവും. കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല, ഞാൻ ജനിക്കുന്ന അതേ വർഷം അദ്ദേഹം മരിച്ചു. 1994 പുള്ളി മരിക്കുന്നത്. അപ്പോൾ കാണാൻ പറ്റിയിട്ടില്ല എനിക്ക്. പക്ഷെ പറഞ്ഞ് ഞങ്ങളിപ്പോഴും തറവാട്ടിൽ മറ്റേ അമ്പലമുണ്ട്, അപ്പോൾ അമ്പലത്തിലൊക്കെ പോകും. പക്ഷെ അതൊരു ലൈൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ഇപ്പോൾ പറയുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആണ്. ശങ്കരാടി കുടുംബത്തിൽ നിന്ന് വന്നതാണെന്ന് പറയുമ്പോൾ ഇപ്പൊ പോലും ഇതിപ്പോ റീസൺ നമ്മളിപ്പോ അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്തല്ലേ ഉള്ളൂ. അതെ അതെ, എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു ഇന്നത്തെ ഒരു ജനറേഷനും. തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം ആ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് അതായിരിക്കാം ചിലപ്പോൾ അഭിനയത്തിലേക്ക് എന്നെ നയിച്ചത്. അപ്പൊ എങ്ങനെയാ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ വല്ല ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടായിരുന്നോ? ചാനൽസിലൊക്കെ മറ്റേ VJ ആയിട്ടൊക്കെ പോകുമായിരുന്നു. അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ ലോക്കൽ ചാനൽസിലൊക്കെ പോയിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ സൂപ്പർ ഡാൻസറിൽ പോയിട്ടുണ്ട്. അങ്ങനെ അന്ന് തൊട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഭയങ്കര കൂളാണ്. പിന്നെ എനിക്ക് ആക്ടിങ് ഒക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അതെങ്ങനെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും നമ്മൾ ചെയ്യുന്നത് നമ്മളെ പഠിപ്പിച്ച സാറുമാർ കാണുമ്പോൾ അയ്യോ ഞാൻ ഇങ്ങനെയല്ലല്ലോ അവളെ പഠിപ്പിച്ചത് എന്ന് തോന്നരുത് എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. അതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇപ്പോൾ പറഞ്ഞു ഡബിങ്, ആ ഒരു സമയം എന്താ ഭയങ്കരമായിട്ട് നമ്മളെ തീരെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയോ? അത് ഡബിങ് ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്തൊക്കെ. നമുക്ക് ഒരു എൻജിനീയർ, അതും ഒരു സിനിമാക്കാരുടെ മുമ്പിൽ വെച്ചാൽ തന്നെ കൊണ്ടൊന്നും പറ്റില്ല, താൻ ഇറങ്ങി പൊക്കോ എന്ന് പറയുന്ന ആ ഒരു മൊമെൻറ്റ് ശരിക്കും ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അത് ഡബ് ചെയ്യാൻ അത്രയും ആഗ്രഹിച്ച, അല്ലെങ്കിൽ സിനിമ എന്നൊരു സ്വപ്നം കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങനെ ഒരാളുടെ അടുത്തുനിന്ന് ഒരു നെഗറ്റീവ് ഇത് വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഒരു 10ാം ക്ലാസ്സിലാണ് ഇത് പഠിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിലിങ്ങനെ ഭയങ്കരമായിട്ടത് പിന്നെ ഞാൻ എൻ്റെ സൗണ്ട് നന്നാക്കാനുള്ള പരിശ്രമങ്ങളായി. ഇരട്ടി മധുരം കഴിക്കുന്നു, തണുത്തൊന്നും കഴിക്കില്ല, എരിവ് കഴിക്കില്ല, ഇങ്ങനെ കെയർ ചെയ്യാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി ഈ കെയറിങ്ങിലല്ല, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. എനിക്ക് ഇങ്ങോട്ട് വന്ന് മോളെ നിങ്ങൾക്ക് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ആരും വിളിച്ചുകൊണ്ട് പോകില്ല. അപ്പം ഞാൻ അങ്ങനെ ഇറങ്ങി തിരിച്ചാണ്, എന്ത് വന്നാലും വേണ്ടില്ല, കേട്ടാലും വേണ്ടില്ല, എനിക്ക് സിനിമ മതി എന്നും പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചാണ് ഇതിലേക്ക്. പിന്നീട് അദ്ദേഹത്തെ കണ്ടോ?
പലപ്പോഴും. ഇപ്പൊ എന്താ പറയാ, ഇപ്പോൾ ആക്ച്വലി ഫെഫ്കയുടെ ക്യാക്ക് എന്ന് പറഞ്ഞാൽ, അതായത് സിനി ഓഡിയോഗ്രാഫേഴ്സ് അസോസിയേഷൻ, അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ. അതേ കമ്മിറ്റി മെമ്പറിൽ അദ്ദേഹമുണ്ട്. അടിപൊളി. അപ്പൊ സ്വീറ്റ് റിവെഞ്ച് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ ഇപ്പോഴും കാണുമ്പോൾ, എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലേ ചേട്ടൻ ചോദിക്കാൻ. പക്ഷെ കുഴപ്പമില്ല, പുള്ളിയൊക്കെ ഭയങ്കര ചില്ലാണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, അപ്പൊ പുള്ളിയും പറയുന്ന, എടി അപ്പൊ നിന്നെ കൊള്ളത്തില്ലായിരുന്നു, നീ ഡബ് ചെയ്യത്തേ ഇല്ലായിരുന്നു എന്ന്. പക്ഷെ ഇപ്പൊ ഭയങ്കര സംഭവം ഒന്നല്ല, എന്നാലും നീ കൊള്ളത്തില്ലായിരുന്നു, നീ ഡബ് സൗണ്ടൊക്കെ കേട്ടാൽ നമുക്ക് ദേഷ്യം വരുമായിരുന്നു എന്ന് പറയും. ഓക്കെ ഫൈൻ. ഓരോരുത്തർക്ക് ഓരോ പെർസ്പെക്റ്റീവ്. അതെ അതെ. ഇങ്ങനെ അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരു എന്ത് ജോലി സിനിമയെ വെച്ച് പറയുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ IC ഫോം ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം കുറച്ച് കൂടുതലാണത്. ഈ സ്ത്രീകളെ ഓരോരോ മേഖലയിൽ വെച്ചാൽ ബുദ്ധിമുട്ടാണ്, ഈ രീതിയിൽ എപ്പോഴും നമ്മൾ കേൾക്കേണ്ടി വരും. അത് എത്രയൊക്കെ നമ്മൾ തലകുത്തി നിന്നതിന് ഒരു 10 ആണിനേക്കാൾ ഇരട്ടി നന്നായി പെർഫോം ചെയ്താലും ഒരു കുറ്റം എവിടുന്നെങ്കിലും എന്നുള്ള പോലെ. അപ്പോൾ ആ രീതിയിൽ ഗായത്രിക്ക് എന്തെങ്കിലും നല്ലത് പറയുന്നവരെ കൂടെ തന്നെ നമ്മൾ മോശം പറയുന്നവരും ഫേസ് ചെയ്യേണ്ടി വരും. 8 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ. മിനിങ്ങാന്ന് ഞാൻ കേട്ടേ ഉള്ളൂ. മിനിങ്ങാന്ന് ഞാൻ ഇതേ സെയിം സാധനം കേട്ടുള്ളൂ. എൻ്റെ മാനേജറിനെ വിളിച്ചിട്ട്, ബാബു ചേട്ടാ ഗായത്രി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ബാബു സാർ 8 വർഷമായി അവൾ എൻ്റെ കൂടെ, അവൾ എന്താണെന്ന് എനിക്കറിയാം, എനിക്കത് നോക്കിയാൽ പോരാ, അവൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവൾ അവളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, ബാക്കി പുറത്തുനിന്ന് കഴിക്കുന്ന ഒന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ 8 വർഷം കഴിഞ്ഞിട്ട് ഗായത്രിക്ക് എന്ത് പറ്റുന്നില്ല, ഗായത്രിയെ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യണേ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. ഞാൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഉണ്ടാക്കാതെ എൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് എൻ്റെ പണി നോക്കി ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു, അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഞാൻ ഇടപെടാറ് പോലുമില്ല. പിന്നെ എന്താണ് ഈ, പിന്നെ എൻ്റെ കെട്ടിയോൻ പറയുന്ന പോലെ മാങ്ങയുള്ള മരത്തിലല്ലേ കല്ലേറിയത്തുള്ളൂ, അപ്പം കുഴപ്പമില്ല, നീ കല്ലേറ് കൊണ്ടോ, അങ്ങനെ കല്ലേറ് കൊണ്ടാലേ നീ പഠിക്കുള്ളൂ, നീ സ്ട്രോങ് ആവുള്ളൂ, കേട്ടോളാൻ പറയും എന്നോട്. ഇപ്പോൾ സൗണ്ട് എഞ്ചിനീയർ ആയതിനു ശേഷം അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൂടുതൽ ശ്രദ്ധ കൂടിയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ അഭിനയിക്കുമ്പോഴൊക്കെ അയ്യോ ഡയലോഗ് മോഡുലേഷൻ എങ്ങനെ പറയും, എവിടെ സ്റ്റോപ്പ് ചെയ്യും ഞാൻ. നമ്മൾ ഇപ്പം അഭിനയിക്കുന്ന ആ ഒരു ഫ്ലോയിൽ നമ്മൾ ഭയങ്കര സ്പീഡിൽ പറഞ്ഞു. പൊതുവേ എനിക്ക് ഭയങ്കര സ്പീഡാണ്, ഞാൻ പക്കാ കുച്ചിക്കാരിയാണ്, ഭയങ്കര സ്പീഡാണ് ഞാൻ, പടപടപടപടേന്ന് പറഞ്ഞു തീർക്കും. ഇത് അഭിനയിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ഡബ് ചെയ്യാനായിട്ട്, ദൈവമേ ഡബ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ഡബ് ചെയ്യുന്ന ദൈവമേ ഇതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അഭിനയിക്കുക. അപ്പം നമ്മൾ കോൺസെൻട്രേഷൻ മുഴുവൻ ആ ഡബിലേക്കാവും, മീൻ ഡയലോഗിലേക്കാവും. അഭിനയിക്കാൻ മുഖത്തൊന്നും വരില്ല, അപ്പം ഭയങ്കര വലിയ പ്രശ്നമാണ്. അപ്പം എന്താ എന്നോട് ഡയറക്ടേഴ്സ് പറയും, നീ ഡയലോഗ് വിട്, നീ ആ സിറ്റുവേഷനിൽ നീ നിന്ന്. എനിക്ക് പറ്റൂല, അത് എനിക്ക് ഭയങ്കര ഇഷ്യൂ. കാരണം എല്ലാ ദിവസവും ഞാൻ ഈ ഡബ്ബ് മാത്രം ചെയ്ത് അഭിനയിക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ചിരിക്കും അഭിനയം. ഞാൻ ആരും വിളിക്കരുത് ദൈവത്തെ ഓർത്ത്. എനിക്കല്ല, നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. സത്യം ഭയങ്കര പ്രശ്നമാണത്. അല്ല, അതിപ്പോൾ അങ്ങനെ തമാശയായിട്ട് പറഞ്ഞാലും, ഇപ്പം നേരത്തെ മനു പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് വരും എന്ന് പറഞ്ഞ പോലെ ഗായത്രിയുടെ സ്പേസ് ഗായത്രിക്ക് വരട്ടെ. ഗായത്രി നല്ല മിടുക്കി കുട്ടിയാണ്. അത് ഇതൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞാലും ഗായത്രിയുടെ ജോലി വൃത്തിയായി ചെയ്യും. അപ്പോൾ കൂടുതൽ നല്ല നല്ല അഭിനയത്തിന് ഉള്ള സാഹചര്യം കൂടി ഉണ്ടായിക്കൊണ്ട്, കൂടുതൽ നല്ല സിനിമകൾ ചെയ്തുകൊണ്ട്, കൂടുതൽ പേരെ ഇൻസ്പയർ ചെയ്തുകൊണ്ട്. കാരണം ഇനിയിപ്പോൾ നമുക്ക് എന്ന് പറയുമ്പോഴും ഗായത്രി എന്ന് പറഞ്ഞിട്ടേ മറ്റൊരാളെ, ഒരു പെൺകുട്ടിയെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. നാളെ ആര് വന്നാലും ആ ഒരു സ്പേസിലേക്ക് ഗായത്രി ഒരുപാട് വളരട്ടെ. ഒപ്പം മനുവിൻ്റെ സ്പേസും ഗംഭീരമായിട്ട് വളരട്ടെ. നിങ്ങളുടെ ഈ സ്നേഹവും സന്തോഷവും എന്നും ഇതുപോലെ നിൽക്കട്ടെ. ഈ ഒരു സമയം ഈ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് മോളെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് വീണ്ടും കാണാം കേട്ടോ, അടുത്ത ആഴ്ച.